ഹലോ. സോ ഫസ്റ്റ് ഇയർ വീഡിയോസ് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾക്ക് പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇപ്പൊ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുക. സോ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഫസ്റ്റ് ഇയർ വീഡിയോസ് അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ക്യാമ്പസിൽ പോകുന്നതിനൊന്നും മുടി ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. എന്താ പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് മുടിയുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ പീഡിയ സ്റ്റുഡൻസ് ആണ്. സോ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം ഇത് ചെയ്യുന്നു. മുടി കിട്ടി വെക്കണം. ഓക്കെ. നമുക്ക് എത്രയും മുടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ പോലും നമ്മൾ മുടി കെട്ടണം ഗൈസ്. മുടി കെട്ടിയില്ലെങ്കിൽ പ്രൊഫസേഴ്സിന്റെയും മാമുമാരുടെയും ഒക്കെ ചീത്ത കിട്ടും. പ്രത്യേകിച്ച് ക്ലിനിക്കൽസിൽ, അതായത് ലാബിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ മുടി കെട്ടണം. ടിപ്പ് നമ്പർ 1, നമ്മൾ മുടി കെട്ടാൻ മറക്കരുത്. എനിക്കത് മുടി കെട്ടി വെക്കാനേ ഇഷ്ടമല്ല. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് മുടി കെട്ടി വെക്കാം. ഓക്കെ. ആൻഡ് something which really I like. Okay. അപ്പം ക്ലാസ്സിൽ കാണാം. Hi guys. So the first year previously last Prosto day ആണ്. Prosto day ആണ് ക്ലിനിക്കൽസ്. സോ കാണാം ഇത്രയും ഭാരമുള്ള സാധനങ്ങൾ മൈക്രോമോണ്ട് ഇതിന്റെ ബാഗിൽ ഫസ്റ്റ് ഇയർ വീഡിയോസിൽ ഇത്രയും വെച്ചുള്ള ബാഗായിട്ട് വരുന്നവർ ആരും. സോ പരീക്ഷയ്ക്കെല്ലാം ജയിച്ച് ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയർക്ക് മാറാണ് ഇത് വീഡിയോ കാണിച്ചത്. ഹായ് ഗായ്സ്. സോ ഞാനിന്ന് ആദ്യമായിട്ട് പ്രോസ്റ്റോയിൽ നേരത്തെ എത്തി. സോ ഇതാണ് എൻ്റെ അഡ്ജസ്റ്റന്റ് റോൾ നമ്പർ. ഞങ്ങളുടെ നേതാവ് 5, 6, 7 ഉണ്ട്. ഞങ്ങളെന്നും DOH പൊക്കല വരും. അത് ഞാൻ മാം പറഞ്ഞു ഞങ്ങളുടെ നേതാവ് അല്ലയാണ്. അപ്പം ഞങ്ങൾ നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ ഞാൻ എങ്ങനെയാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രോസ്റ്റോ വർക്ക് ഓളെല്ലാം ഫസ്റ്റ് ചെയ്ത് തീർക്കും. അപ്പം എന്നെ സഹായിക്കുന്നൊക്കെ ഓളാണ്. പ്രൗഡ് മൂമെൻ്റ് അല്ല. എന്നെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ജാടയാം. ഞാൻ അവിടെ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഫോണും തോണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ സംസാരിച്ച റോൾ നമ്പർ നമ്മൾ അടുത്ത് നിന്നപ്പോൾ സംസാരിച്ചു. നമ്മൾ ബോണ്ടായത് സ്ലീവ്ലെസ്സിന്റെ പേരിലാണ്. ശരിയാ, ഞങ്ങൾ രണ്ടുപേരായിരുന്നു സ്ലീവ്ലെസ് ഇട്ട് വന്നത്. സോ ഞാൻ വെച്ചു എൻ്റെ അമ്മ അന്ന് കുറെ ചീത്ത പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് സ്ലീവ്ലെസ് ഇട്ടിട്ട് കൊട്ടി നിൽക്കുന്നു. സോ അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ല. പിന്നെ അവളെ താഴത്തെ റൂമിൽ, ഞാൻ മേലത്തെ റൂമിൽ. പിന്നെ ഈ കുട്ടി സംസാരിക്കാറേ ഇല്ല. ഇല്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. റൂമിൻ്റെ പേരിലാണ് നമ്മൾ സംസാരിച്ചത്. അല്ല, നമ്മൾ കാർവിങ്ങിന് സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരായി. ഒരു കുട്ടിയും കൂടെ വന്നേ, ദേവ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ 3 പേരാണ് നേരത്തെ വന്ന. പഞ്ച്വാലിറ്റി എന്നാ ചെയ്യണം. സോ ശരി എന്നാ, ബൈ. എനിക്ക് 8ന്റെ പണി തന്നൊരുത്തിനെ നോക്ക്, കാണ്. ഞാൻ തന്നില്ലല്ലോ. ഇതെന്റെ ജെറ്റ് റൂം. ഞങ്ങളുടെ കോളേജ്. ഇവിടെ യൂണിയൻ്റെ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു, പുതിയ യൂണിയൻ. സോ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. ജാളപ്പഴം. ഞങ്ങൾക്കിപ്പോൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. പ്രോസ്റ്റോ സ്പെഷ്യലിസ്റ്റ് അത് കാണിച്ചു എടുത്ത് വെച്ചാൽ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് കാണണം. പ്രിയ അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിഞ്ഞ ചിരി അടിച്ചുകൊണ്ടിരിക്കും.
വെറുതെ ഇങ്ങനെ ഞങ്ങൾ അരാക്കലിലെത്തി ഗൈസ്. കണ്ടോ കുറേ BBS ആണ് ഡോക്ടർ. കറി. It is an important artery at the root of the neck. Origin: the right subclavian artery arises from the brachiocephalic fund behind the right sternum clavicular joint. The left subclavian artery arises directly from the arcus aorta. Goes on each side. The subclavian artery arches figure വരയ്ക്കുന്നില്ലേ laterally across the anterior surface of the cervical flora onto the first posterior to the scalenus anterior muscle part terminated at the outer part of the factor. The subclavian artery ends by becoming axillary artery. Parts, it has 3 parts. First part extends from origin to medial border of the scalenus anterior muscle. Second part. Oh my god. എൻ്റെ കമ്പൈൻ സ്റ്റഡി ജസ്റ്റിന് സെമിനാർ എങ്ങനെ ഉണ്ടായിരുന്നു? കൂടായിരുന്നു തോന്നുന്നു. സൗണ്ട് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാം അറിഞ്ഞില്ല പറഞ്ഞത് സൗണ്ട് ഇല്ലായിരുന്നു. പിന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവൾ കുറ്റങ്ങൾ പറഞ്ഞു. സോ ഞാൻ അവളെ ഗുഡ് പോയിൻറ്റ്സ് നല്ല ഡ്രോയിങ് ആയിരുന്നു വരച്ചത്. പിന്നെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ സിസ്റ്റം കൊണ്ടുപോയി. ഇമ്പോർട്ടൻ്റ് ആർട്ടിൽ നിന്ന് സിസ്റ്റർ നല്ല രീതിയിൽ പറഞ്ഞത്. ബാക്കിയുള്ളവരത് നെഗറ്റീവ് ഇടേണ്ടതാണ്. സൗണ്ട് ഇല്ലായിരുന്നു മാത്രം. ബാക്കി എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് പറയുന്നത് മനസ്സിലായി. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് ഇയർ BDS ക്ലാസ്. സോ എല്ലാവരും പോയി. അലീന ഓ ഫാൻ. ഞാനിതാ ഉദ്ദേശിച്ചത്. നമ്മള് ഭംഗിയുണ്ടല്ലേ ക്യാമ്പസ് കാണാന്. ഓ മൈ ഗോഡ്, ഞാനിന്ന് പട്ടിക്കോഴത്തിലാണ്. ജസ്ന പിന്നെ ഒരുങ്ങിയിട്ടുണ്ട്. Reflection is very nice. ഇറങ്ങിയാ പോരായിരുന്നു. ഞങ്ങൾ ഇന്ന് ലാസ്റ്റ് ഡേ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിട്ട് എക്സാമിന് വരും. പക്ഷെ അത് നമ്മൾ കൂട്ടുന്നില്ല. സോ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ആദ്യമായിട്ട് പുഷ്പരീത് കഴിച്ചു. ഒരു ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഹാഫ് കഴിച്ചപ്പോൾ തന്നെ വയറായിരുന്നു. ജസ്റ്റ് ആസ് യൂഷ്വൽ ബാക്കി വെച്ചു. പക്ഷേ ലെറ്റർ ആയിട്ടില്ല. ഞാൻ കഴിച്ചു മുട്ട കഴിച്ചു. മുട്ട തൊട്ടിട്ടില്ല. ഇനി ബയോ കെമിസ്ട്രി സെക്ഷനിലോട്ടാ പോകുന്നത്. ഒന്നും പഠിച്ചിട്ടില്ല. ഗൈസ് ഇവിടെ ഫുൾ കല്ലാണ്. അടിപൊളി സദ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. സദ്യ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ബിരിയാണിന്റെ കാര്യത്തിൽ സമ്മതിച്ചില്ല. ട്രിവാൻഡ്രം പട്ടപ്പൂച്ചയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗൈസ് വെള്ളക്കുപ്പിയുമായി ജസ്റ്റ് വരുന്നത്. ഞങ്ങളുടെ ബയോ കെമിസ്ട്രി ക്ലാസ് കഴിഞ്ഞു. സോ ഇന്നായിരുന്നു ലാസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ഇയർ BDSന്റെ. സോ ഇറ്റ്സ് ഖത്തം ഹോ ഗയാ. ബയോ കെമിസ്ട്രി ആയിരുന്നു. സോ സാറ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആയിരിക്കാണ്. സോ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം ആണ്. BDSന്റെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് വെച്ചാൽ BDS പോലല്ലേ, BDSന്റെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഫെയിൽ ആയിട്ട് സപ്ലി എഴുതിയെടുക്കാം. പക്ഷെ എൻ്റെ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ കാരിയർ ആയിരിക്കും. പക്ഷെ 2 സബ്ജക്റ്റാണ് നമ്മൾ ഫെയിൽ ആവുന്നെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് 6 month ഇയർ ബാക്ക്. മൈ ഗോഡ്, ദിസ് ഈസ് ഗോണ ഹെക്ടിക്. അടുത്ത 16th തൊട്ട് ഞങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. 3rd ഇൻറ്റേൺസിൽ ജസ്റ്റിൻ്റെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോറി, ജസ്റ്റ് പപ്പേനെയാട്ടോ വിളിച്ചത്. സോ കുറേ പേര് സ്റ്റഡി ലീവിന് വീട്ടിൽ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഇയർ ജേർണി. ഞാൻ ആക്ച്വലി കുറേ ബ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്താ പറയുക, ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. സിലബസ് ആയാലും ലൈക്ക് വർക്ക് ലോഡ് ആയാലും ഒന്നും എവിടെ എത്തുന്നില്ലായിരുന്നു. ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. സോ ക്ലാസ് ഇതോടെ തീർന്നു. ഇനി എക്സാം സീസണാണ് വരാൻ. ഐ ഡോണ്ട് നോ വാട്ട് what I want to do. സോ നമുക്ക് കാണാം. ഡിപ്പാർട്ട്മെന്റ് ബൈ ടു അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. ബൈ 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 സൈനിങ് ഓഫ്. യുവർ ക്ലാസ് ഈസ് സൈനിങ് ഓഫ്. വന്ന് സിസ്റ്റർ ഞാൻ കഴിഞ്ഞ സാരിയോ കണ്ടു.